വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. അവിടെ ആ പ്രദേശത്തെ പുനർനിർമ്മിക്കാൻ നമുക്കൊരുപാട് അധ്വാനവും പണവും സമയവും ആവശ്യമാണ്. ഈ പണം നാട്ടുകാർ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ആ കഷ്ടപ്പാടിനെ ഒന്നുകൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് തനിക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ച തുകയാണ് നമ്മൾ ആ ദുരിതബാധിതർക്ക് സ്നേഹപൂർവ്വം സമ്മാനിക്കുന്നത്. എന്നാൽ ഇത്രയൊന്നും ദുരിതങ്ങൾ അനുഭവിക്കാത്ത ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ നമുക്കിവിടെയുണ്ട്. അവരുടെയൊക്കെ ആസ്തിയുടെ ഒരു ചെറിയ ഭാഗം എടുത്തു നൽകിയിട്ട് അവർ നമ്മോട് ആഹ്വാനം ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അതിൽ സന്തോഷവും സംതൃപ്തിയും അവരെക്കുറിച്ചൊരഭിമാനവും ഉണ്ടാവുമായിരുന്നു. ഏതെങ്കിലും ഒരു പാർട്ടി അങ്ങനെ ചെയ്തുവോ എന്നല്ല, 1-2 പാർട്ടികൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചെയ്യും എന്ന്. ചെയ്ത് കാണിച്ചിട്ടില്ല. എന്നാൽ അവരിലുള്ള നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ പണക്കാർ ആണെന്ന് പറയുന്ന ഒരു നേതാവ്, വയനാടിൻ്റെ സ്വന്തം നേതാവ്, അവിടെ വന്നു പോയിട്ട് ഒന്നും പ്രഖ്യാപിച്ചതായി കണ്ടില്ല. തൻ്റെ വകയായി അല്ലെങ്കിൽ തൻ്റെ പാർട്ടിയുടെ വകയായി ഇന്നത് ചെയ്യും എന്ന്. ഇതേപോലെ ഓരോ നേതാവും പ്രഖ്യാപിച്ചാൽ ജനങ്ങളുടെ ദുരിതം അതോടുകൂടി അവസാനിക്കുമായിരുന്നു. ഓരോ ദുരന്തത്തിലും നാട്ടുകാരിൽ നിന്ന് അല്ലെങ്കിൽ നാട്ടുകാർ മുഖേന പിരിച്ചെടുത്ത പണമാണ് ഈ പാർട്ടികളുടെ ഫണ്ട്. അത്തരം ഫണ്ടുകൾ ഇത്തരം സമയത്ത് ഉപയോഗിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ അവരുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും ജനസ്നേഹവും ജനങ്ങൾ വിലയിരുത്താനെങ്കിലും തയ്യാറാവണം. ഇത്രയേ ഈ വിഷയത്തിൽ ഇപ്പോൾ പറയുന്നുള്ളൂ.